ഡിയർ ഓൾ, ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയൺമെൻറ്റ് KSCST എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കും. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റുഡൻറ്റ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ സേർഡ് പോലെ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സേർഡ് ഫണ്ടിങ്. അതുപോലെ സ്റ്റുഡൻറ്റ് പ്രോജക്ട്സിന് ഫണ്ട് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് KSCST എന്ന് പറയുന്നത്. സ്റ്റുഡൻറ്റ് പ്രോജക്ട്സ് മാത്രമല്ല, യൂഷ്വലി പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഫണ്ട് തരുന്ന ഒരു ഓർഗനൈസേഷനാണ് KSCST. അപ്പോൾ KSCST എല്ലാ വർഷവും 2 തവണ സ്റ്റുഡൻറ്റ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് ഫണ്ടിങ് പ്രപ്പോസൽസ് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ചെയ്യുന്ന ഇതാണ്, അവരുടെ കയ്യിലുള്ള ഐഡിയാസ് അല്ലെങ്കിൽ പ്രോജക്ട്സിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം അവർ KSCSTക്ക് അയച്ചു കൊടുക്കുന്നു. അയച്ചു കൊടുക്കുന്നതിൻ്റെ പ്രത്യേക ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിൽ അയച്ചു കൊടുക്കുമ്പോൾ KSCST അതിനെ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു, അതിനെ ഒന്ന് നോക്കിയതിന് ശേഷം പ്രോജക്റ്റ് നല്ല പ്രോജക്ട്സ് ആണെങ്കിൽ അതിന് അപ്രൂവൽ കൊടുക്കുന്നു. അതിനുള്ള ഫണ്ടിങ് കോളേജിലേക്ക് കൊടുത്തിട്ട് സ്റ്റുഡൻസിലേക്ക് അത് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഐഡിയാസ് കയ്യിലുണ്ടെങ്കിൽ, നല്ല പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യുമെന്നൊക്കെ വിശ്വാസമുള്ള ഐഡിയാസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. പ്രൊജക്റ്റ് ഫണ്ടിങ് കിട്ടുക എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. എപ്പോഴും നിങ്ങളുടെ റെസ്യൂമെയിലും കാര്യങ്ങളും എല്ലാം വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫണ്ടഡ് പ്രോജക്ട്സ് നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഈ KSCST ഫണ്ടിങ്ങിന് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം KSCST.kerala.gov.in ഇതാണ് അതിൻ്റെ വെബ്സൈറ്റിൽ ചെല്ലുക. വെബ്സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. KSCSTയെ കുറിച്ച് ഒരു ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇതിനകത്ത് നമുക്ക് ഓരോ ടാബിനകത്ത് നോക്കിയാൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് സ്കീംസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞ ആ ഒരു ടാബ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് പ്രോഗ്രാംസ് നമുക്ക് കാണാം. അതിനകത്ത് സ്റ്റുഡൻറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. സ്റ്റുഡൻറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻവൈറ്റ് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് പ്രോജക്ട്സ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ടൈം ആണെങ്കിൽ അത് അവിടെ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ടാവും. അതിന് ടൈം കഴിഞ്ഞു പോയാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം പ്രോജക്ട്സ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണ്. ലാസ്റ്റ് ഡേറ്റ് 28th February ആയിരുന്നു. അതിനായി ഇറ്റ് ഈസ് എക്സ്റ്റെൻഡ് അപ് ടു 15th March. സോ 15th March വരെ നമുക്ക് ടൈമുണ്ട്. ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കൊടുക്കാനുള്ളത്. Scheme provides financial assistance to students enrolled in professional courses, both PG and UG, to carry out their projects. അപ്പോൾ ആപ്ലിക്കേഷൻസ് നീഡ് ടു ബി സബ്മിറ്റഡ് ത്രൂ ദി ഓൺലൈൻ പോർട്ടൽ. അപ്പോൾ ഓൺലൈനായിട്ടാണ്, ഇതുവരെ ഹാർഡ് കോപ്പി ആയിട്ടായിരുന്നു നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് ഓൺലൈനായിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ ഓൺലൈൻ എന്ന് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ പുതിയൊരു യൂസർ നെയിം പാസ്വേഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ എൻ്റർ ചെയ്യുക. നിങ്ങൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇമെയിൽ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അങ്ങനെയാണ് അത് സൈൻ ഇൻ ചെയ്യുന്നത്. പുതിയ യൂസർ ആണെങ്കിൽ യു ക്യാൻ ക്ലിക്ക് ഓൺ രജിസ്റ്റർ ഹിയർ. അപ്പോൾ രജിസ്റ്റർ ഹിയർ എന്ന് അടിക്കുമ്പോൾ നിങ്ങളുടെ നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഈ 3 ഫീൽഡ്സ് എൻ്റർ ചെയ്യുക. എന്നിട്ട് രജിസ്റ്റർ എൻ്റർ ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ന്യൂലി രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് ഇതിൻ്റെ നിങ്ങൾക്ക് ഒരു OTP വരും, 1 time പാസ്വേഡ്. അപ്പോൾ OTP വെച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആ OTP വെച്ചിട്ടാണ് ഇനി ലോഗിൻ ചെയ്യാൻ പോകുന്നത്. ഇമെയിൽ ID ആണ് യൂസർ നെയിം. ഞാൻ OTP വെച്ചിട്ട് ലോഗിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പേജ് ആണ് ആപ്ലിക്കേഷൻ ഫോം. അത് കുറച്ച് ഫില്ല് ചെയ്യാനുണ്ട്, പക്ഷേ അത് അത്ര പ്രോബ്ലമായിട്ട്
നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, എല്ലാം വളരെ സിമ്പിളാണ്. അപ്പോൾ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആദ്യത്തെ സെക്ഷൻ. ഡീറ്റെയിൽസ് ഓഫ് ദി പ്രോജക്റ്റ്, ടൈറ്റിൽ ഓഫ് ദ റിസർച്ച് പ്രപ്പോസൽ, അതായത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എന്താണ് അത് നിങ്ങൾ ബ്രീഫായിട്ട് എൻ്റർ ചെയ്യുക. ദെൻ പ്രിസൈസ് ഒബ്ജക്റ്റീവ്സ്, ഒബ്ജക്റ്റീവ്, നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്. ഫോർ എക്സാമ്പിൾ ഒരു മൾട്ടിപ്പിൾ ഫങ്ഷണാലിറ്റി ഉള്ളൊരു വീൽ ചെയർ ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ പ്രിസൈസ് ഒബ്ജക്റ്റീവ്സിൽ നിങ്ങൾ കറക്റ്റായിട്ട് പറയുക, ടു ഡെവലപ്പ് എ വീൽ ചെയർ വിച്ച് ഹാസ് സോ ആൻഡ് സോ ഫങ്ഷണാലിറ്റീസ്. അതാണ് പ്രിസൈസ് ഒബ്ജക്റ്റീവ്സിൽ വരേണ്ടത്. അതിനുശേഷം ഒരു ബ്രീഫ് മെത്തഡോളജി, എങ്ങനെയാണ് നിങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റേജസ് ആണ് നിങ്ങളുടെ ആ ഒരു പ്രോജക്റ്റിലുള്ളത്. ആദ്യം ഡേറ്റ കളക്ഷൻ ഉണ്ടാവാം, അതിനുശേഷം ആദ്യം ലിറ്ററേച്ചർ സർവേ ഉണ്ടാവാം, ഡേറ്റ കളക്ഷൻ ഉണ്ടാവാം, അതിനുശേഷം നിങ്ങളൊരു പ്രിലിമിനറി ഡിസൈൻ ഉണ്ടാക്കുന്ന സ്റ്റേജ് ഉണ്ടാവാം, അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് ഡിസൈൻ ഉണ്ടാക്കുന്ന സ്റ്റേജ് ഉണ്ടാവാം, ആൻഡ് ഫാബ്രിക്കേഷൻ സ്റ്റേജ് ഉണ്ടാവും, ടെസ്റ്റിംഗ് സ്റ്റേജ് ഉണ്ടാവും. സോ ഓൾ ദീസ് ആർ ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് വിച്ച് യു ക്യാൻ മെൻഷൻ. അപ്പോൾ മെത്തഡോളജി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദി മെത്തേഡ് ഓർ ദി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് വിച്ച് യു ഫോളോ ടു കംപ്ലീറ്റ് ദാറ്റ് പ്രോജക്റ്റ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾ എഴുതിയാൽ മതി. ബ്രീഫ് മെത്തഡോളജിയിൽ വിത്തിൻ 500 വേർഡ്സ്, ഓരോന്നിനും വേർഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. സോ 500 വേർഡ്സ് ആണ് അതിൻ്റെ ലിമിറ്റ്. ആൻഡ് ദെൻ ഡീറ്റെയിൽഡ് മെത്തഡോളജി. ഇപ്പോൾ ബ്രീഫ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങി നിങ്ങൾക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഡീറ്റെയിൽഡ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് എക്സ്പെരിമെൻ്റൽ ഡിസൈൻ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഡയഗ്രാമോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷണാലിറ്റീസ് കാണിക്കുന്ന ഡിസൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വേർഡ് ഫോർമാറ്റ്, ഒരു വേർഡ് ഫയലിനകത്ത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേർഡിനകത്ത് നിങ്ങൾ ആ കാര്യങ്ങളെല്ലാം ഒന്ന് എൻ്റർ ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് മെത്തഡോളജി എല്ലാം സ്പെസിഫൈ ചെയ്യുക വിത്ത് ഡയഗ്രാംസ്, ബ്ലോക്ക് ഡയഗ്രാംസ് ഉണ്ടെങ്കിൽ അത്, ഫ്ലോ ചാർട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കാണിച്ചതിന് ശേഷം ആ വേർഡ് ഫയലിനെ ഒരു PDF ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ PDF ഫയലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ചൂസ് ഫയൽ അടിക്കുക, നമ്മുടെ എവിടെയാണ് നമ്മുടെ ആ ഫയൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഫയലിൽ ചെന്നിട്ട് ആ ലൊക്കേഷനിൽ ചെന്നിട്ട് ആ ഫയൽ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഫീൽഡ് ഫില്ല് ചെയ്യാനുള്ളത് റെലവൻസ് ആൻഡ് നോവൽറ്റി ഓഫ് ദി പ്രപ്പോസൽ. അതായത് നിങ്ങൾ അയക്കുന്ന ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രപ്പോസൽ ഐഡിയ, അതിൻ്റെ റെലവൻസ് എന്താണ്. യൂഷ്വലി നമുക്ക് സോഷ്യൽ റെലവൻസ് ഉള്ള പ്രോജക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ഫണ്ടിങ് ഓർഗനൈസേഷൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ദ പ്രോജക്റ്റ് ഷുഡ് ബി ബെനിഫിഷ്യൽ ടു ദി സൊസൈറ്റി. അതാണ് ഈ സോഷ്യൽ റെലവൻസ് എന്ന് പറയുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കണം. അപ്പോൾ അതിൻ്റെ റെലവൻസ് എന്താണ്, നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ സോഷ്യൽ റെലവൻസ് എന്താണ് എന്നുള്ളത് നിങ്ങളതിനകത്ത് സ്പെസിഫൈ ചെയ്യണം. Then whether the proposed work is being implemented in association with center, state, R&D industries. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റാർട്ടപ്പ്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രീസ് ആയിട്ടോ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. KSUM, അതായത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രീസ് ആയിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബ്ലാങ്ക് ആയിട്ട് വിടാം. അതൊരു മാൻഡേറ്ററി ഫീൽഡ് അല്ല. മാൻഡേറ്ററി ഫീൽഡ് എന്ന് പറയാൻ നിങ്ങൾ എന്തായാലും ഫില്ല് ചെയ്യേണ്ട ഫീൽഡുകളാണ്. ആ ഫീൽഡുകളെല്ലാം ഇതുപോലെ റെഡ് സ്റ്റാറിൽ കാണിച്ചിട്ടുണ്ടാവും. റെഡ് സ്റ്റാർ ഒന്നും ഇല്ലാത്ത നിങ്ങൾ ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നെക്സ്റ്റ്, എക്സ്പെക്റ്റഡ് ഔട്ട്കം ആൻഡ് സ്കോപ്പ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ ഓഫ് ദി പ്രപ്പോസ്ഡ് വർക്ക്. എക്സ്പെക്റ്റഡ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ഔട്ട്കം ഉണ്ടാവുക, ഔട്ട്കം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്. ഇപ്പോൾ ഒരു വീൽ ചെയർ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഫൈനലി you will be developing a wheelchair which has so and so functionalities. അതാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് ഔട്ട്കം. സ്കോപ്പ് ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ എന്ന് പറയാൻ നിങ്ങൾ ചെയ്ത വർക്ക് ഫ്യൂച്ചറിൽ അതിന് കൂടുതൽ ഫങ്ഷണാലിറ്റീസോ അഡീഷണൽ ആയിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ചെയ്ത് ആ പ്രൊജക്റ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള വല്ല സ്കോപ്പും ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് മാൻഡേറ്ററി ഫീൽഡാണ്. അപ്പോൾ അത് മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ ആപ്ലിക്കേഷൻസ്, socio-economic importance, relevance, if any, to the utilization and management of the natural resources of the state. അതായത് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ നാച്ചുറൽ റിസോഴ്സസിനെ അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. വെദർ ഇറ്റ് ഈസ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ്
and whether we are utilizing any natural resources or whether we are developing a project which conserves natural resources. അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് പറ്റും. സോഷ്യോ എക്കണോമിക് ഇമ്പോർട്ടൻസും ആൻഡ് ആപ്ലിക്കേഷൻസും എല്ലാം. ദെൻ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ. അതായത് നിങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റ് ഗൈഡൻസ് വേണം. ആ പ്രോജക്റ്റ് ഗൈഡ് അല്ലെങ്കിൽ ആ ഒരു ഫാക്കൽറ്റി മെമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഫീൽഡിനകത്ത് എഴുതേണ്ടത്. അത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ആരെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്, അവർ അത് ഫില്ല് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ തരും. നിങ്ങൾ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ അവർ തന്നെ അത് ഫില്ല് ചെയ്തോളൂ. ഓക്കെ. ദെൻ ഡീറ്റെയിൽസ് ഓഫ് സ്റ്റുഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. അതായത് നിങ്ങളാണ് ആ പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ യു ആർ ദി സ്റ്റുഡൻറ്റ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. അപ്പം അപ് ടു 5 സ്റ്റുഡൻസ് വരെ നമുക്ക് ആ ഒരു ടീമിനകത്ത് ഉണ്ടാവാം. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് നെയിം, ബാക്ക്ലോഗ്സ് ഉണ്ടെങ്കിൽ അത്, ഇമെയിൽ, മൊബൈൽ നമ്പർ. അതിനുശേഷം വിച്ച് ഇസ് ദി ബ്രാഞ്ച്, ദി സ്ട്രീം ഓഫ് സ്റ്റഡി, ദെൻ വിച്ച് ഇസ് ദി ബ്രാഞ്ച് യു ആർ സ്റ്റഡിങ്, ദ ഡിപ്പാർട്ട്മെൻറ്റ്, സ്പെഷ്യലൈസേഷൻ, വിച്ച് സെമിസ്റ്റർ ആൻഡ് ഇയർ, കോളേജ്, നമ്മുടെ കോളേജിൻ്റെ പേര് ഇതിനകത്തുണ്ട്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് പുന്നപ്ര. Here it is. അപ്പോൾ അത് നോക്കാം. ദെൻ പിൻ കോഡ് ഓഫ് ദി കോളേജ്, കാറ്റഗറി ഓഫ് ദി കോളേജ്, ദെൻ പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഫെസിലിറ്റീസ് ദാറ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ എന്തെങ്കിലും റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, സോ എക്സാമ്പിൾ ലാബ് ഫെസിലിറ്റി, അല്ലെങ്കിൽ ലൈബ്രറി, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി, അതൊക്കെ നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. ദെൻ വെദർ ദി പ്രൊപ്പോസ്ഡ് പ്രോജക്റ്റ് വാസ് സബ്മിറ്റഡ് ടു എനി ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലും നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ അത് നോട്ട് ആപ്ലിക്കബിൾ പറഞ്ഞിട്ടുണ്ട്. അതർവൈസ് പ്ലീസ് എൻ്റർ നോട്ട് ആപ്ലിക്കബിൾ. വെദർ റിസീവിങ് സപ്പോർട്ട് ഫ്രം എനി അതർ ഓർഗനൈസേഷൻ അതർ ദാൻ യുവർ പ്രസൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം, ഇല്ലെങ്കിൽ എന്നെ എന്നുള്ളത് എഴുതിയാൽ മതി. സോ ദി മാക്സിമം ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വിൽ ബി 10,000 rupees. അപ്പോൾ നിങ്ങളിനി ഒരു ബഡ്ജറ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് ബഡ്ജറ്റ്, കൊടുക്കുന്ന ബഡ്ജറ്റ് ഇറ്റ് ഷുഡ് ബി വിത്തിൻ ദിസ് 10,000 rupees. അപ്പോൾ നിങ്ങൾ 1,00,000 രൂപ അല്ലെങ്കിൽ 50,000 രൂപയൊന്നും കൊടുക്കരുത്. 10,000 rupeesന് വരുന്ന രീതിയിൽ നിങ്ങൾ ആ ബഡ്ജറ്റിനെ ഹെഡിനെ ഒന്ന് അലോക്കേറ്റ് ചെയ്തിടുക ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട്. കൺസ്യൂമബിൾസ്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം കൺസ്യൂമബിൾസ്. മൈനർ എക്യുപ്മെൻറ്റ്സ്, എന്തെങ്കിലും ചെറിയ മെഷീനറിയോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ അത്. ട്രാവൽ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രാവലിംഗ് അലവൻസ്. ദെൻ നിങ്ങൾക്ക് ലിറ്ററേച്ചർ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ടുള്ള എമൗണ്ട്, അങ്ങനെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതേഴ്സ്. സോ ഓൾ ദിസ് എമൗണ്ട് ഷുഡ് ആഡ് അപ്പ് ആൻഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10,000 rupees. അതിൻ്റെ മേളിലേക്ക് അത് പോകരുത്. അതൊരു കൃത്യമായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Please limit the total amount in the proposed budget to rupees 10,000. Okay. Then bank account details of the institution. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കോളേജിൻ്റെ ഓഫീസിൽ നിന്ന് കിട്ടും. ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ, അതിൻ്റെ IFSC കോഡ്, കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ദെൻ ഫൈനലി എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡിക്ലറേഷൻ. എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു PDF ഫയലാണ്. ഇത് പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ, അതായത് നിങ്ങളുടെ പ്രോജക്റ്റ് ഗൈഡാണ് അത് സൈൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്യേണ്ടതാണ്. സൈൻ ചെയ്ത് കോളേജിൻ്റെ ഓഫീസ് സീലൊക്കെ വെച്ച് ആ ഒരു പേപ്പർ നിങ്ങൾ വീണ്ടും ഒരു PDF ഫയലിലേക്ക് ആക്കിയിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്ത് എല്ലാം ഫില്ല് ചെയ്തിട്ട് സൈനെല്ലാം വാങ്ങിക്കുക, അതിനെ സ്കാൻ ചെയ്യുക, വീണ്ടും PDF ആയിട്ട് ഇതിനെ അപ്ലോഡ് ചെയ്യുക. ഫൈനലി ഇതെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം യു ക്യാൻ സബ്മിറ്റ് ദി ആപ്ലിക്കേഷൻ. So the last date for submitting the application is March 15th. അപ്പം ലാസ്റ്റ് ഡേറ്റ് ആവാൻ നോക്കിയിരിക്കരുത്. പ്ലീസ് ട്രൈ ആൻഡ് കംപ്ലീറ്റ് ദി ഓൺലൈൻ ആപ്ലിക്കേഷൻ ബിഫോർ 14th or 13th. കാരണം ലാസ്റ്റ് ഡേറ്റ് ആകുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് സൈറ്റൊക്കെ ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് മൊമെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാതിരിക്കുക, നേരത്തെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു.